10ാം ക്ലാസ് കേരള പാഠാവലിയിലെ തേൻ എന്ന പാഠഭാഗം പരിചയപ്പെടാം. 2010 പുറത്തിറങ്ങിയ ഒരു ടർക്കിഷ് സിനിമയാണ് തേൻ. സെമി കപ്ലനോവു സംവിധാനം ചെയ്ത ഈ സിനിമയെ നിരൂപണം ചെയ്തിരിക്കുന്നത് വിജയ് കുമാർ ബ്ലാത്തൂർ ആണ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് സ്വർഗത്തിലെ കുട്ടികൾ. ഇതിലൊരു അധ്യായമാണ് തേൻ. തേൻ എന്ന സിനിമയുടെ പ്രത്യേകതകൾ വിലയിരുത്തുന്ന ലേഖനമാണ് പാഠഭാഗം. ഇത് സിനിമാ നിരൂപണം എന്ന സാഹിത്യശാഖയിലാണ് ഉൾപ്പെടുന്നത്. യാക്കൂബ് എന്ന ചെറുപ്പക്കാരനും അയാളുടെ ഭാര്യയും 6 വയസ്സുകാരനായ യൂസഫ് എന്ന മകനും അടങ്ങുന്ന 3 കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കാട്ടിലെ മരങ്ങളിൽ തേൻകൂടുകൾ സ്ഥാപിച്ച് തേനീച്ചയെ വളർത്തി അതിൽ നിന്ന് തേനെടുത്ത് ഉപജീവനം നടത്തുന്ന യാക്കൂബിൻ്റെ കഥയാണിത്. വനത്തിലെ ഉയർന്ന മരച്ചില്ലകളിലാണ് യാക്കൂബ് തേൻകൂടുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കൂടുകൾ ഭൂമിയിൽ സ്ഥാപിക്കാൻ കഴിയാത്തത് കരടികൾ തേൻ കട്ടുകുടിക്കുമെന്നതിനാലാണ്. സിനിമ തുടങ്ങുന്നത് തേനെടുക്കാനായി ആയാസപ്പെട്ട് വനത്തിലെ മരത്തിൽ കയറുന്ന യാക്കൂബിനെ ചിത്രീകരിച്ചുകൊണ്ടാണ്. മരത്തിൽ എറിഞ്ഞുടക്കിയ കയറിൽ പിടിച്ച് മുകളിലേക്ക് കയറവേ കയറുടക്കിയിരുന്ന ചില്ല ഒടിഞ്ഞ് താഴേക്ക് പതിക്കുന്ന സീനാണ് നാം കാണുന്നത്. കയറിൽ തൂങ്ങിക്കിടക്കുന്ന നായകൻ്റെ ഉത്കണ്ഠ നിഴലിക്കുന്ന മുഖം കാണിക്കുന്നതോടെ സിനിമയിലെ ടൈറ്റിലുകൾ തെളിയുന്നു. പിന്നീട് നാം കാണുന്നത് പുലർച്ചെ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്ന യൂസഫിനെയാണ്. അവൻ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് അച്ഛനോട് പറയുന്നു. സ്വപ്നങ്ങൾ ഉറക്കെ പറയാൻ പാടില്ല എന്നും അച്ഛൻ മകനെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് മകൻ അയാളുടെ ചെവിയിൽ സ്വപ്നം മന്ത്രിക്കുന്നു. യൂസഫ് എന്ന ബാലൻ ജന്മനാ വിക്കുള്ളവനാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിലും പല കാര്യങ്ങളിലും അല്പം പിന്നോക്കമാണ്. സ്കൂളിൽ അവന് കൂട്ടുകാരില്ല. അച്ഛനാണ് അവൻ്റെ ഏക സുഹൃത്ത്. തേൻ ശേഖരിക്കാനും തേൻ പെട്ടികൾ മരത്തിൽ സ്ഥാപിക്കാനുമായി വനത്തിലേക്ക് പോകുമ്പോൾ യാക്കൂബ് മകൻ യൂസഫിനെയും കൂട്ടാറുണ്ട്. പല കാര്യങ്ങളിലും അവൻ അച്ഛനെ സഹായിക്കും. ഒരിക്കൽ വനത്തിൽ വെച്ച് അച്ഛന് അപസ്മാര രോഗം വന്നു. കാടിൻ്റെ ഏകാന്തതയിൽ അബോധാവസ്ഥയിലുള്ള അച്ഛനെ അവൻ കൂട്ടിരുന്നു. ഒരു ദിവസം തേൻ തേടി യാക്കൂബ് വനത്തിൻ്റെ ഉൾഭാഗത്തേക്ക് പോകുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തേൻ തേടിപ്പോയ യാക്കൂബ് തിരിച്ചെത്തുന്നില്ല. മകനും അമ്മയും അച്ഛനെ കാത്തിരിക്കുകയാണ്. രാത്രിയിൽ പുറത്തുള്ള ശബ്ദങ്ങളൊക്കെയും അച്ഛൻ്റെ കാൽപെരുമേറ്റമായി മകൻ തെറ്റിദ്ധരിക്കുന്നു. ഒടുവിൽ ഗ്രാമീണർ വിവരം പറയുന്നത് യാക്കൂബിന് അപകടം സംഭവിച്ചിരിക്കുന്നു. കുറേ പേർ കാട്ടിലേക്ക് പുറപ്പെടുന്നുണ്ട്. ഒന്നും അറിയാതെ സ്കൂളിലേക്ക് പോയ യൂസഫ് തിരിച്ചെത്തിയപ്പോൾ വീട്ടിലെ ആൾക്കൂട്ടം കാണുന്നു. അച്ഛന് എന്തോ പറ്റിയെന്ന് മനസ്സിലാക്കി അവൻ കാട്ടിനുള്ളിലേക്ക് ഓടുന്നു. തൻ്റെ വളർത്തുപരുന്ത് കാട്ടിക്കൊടുത്ത വഴിയിലൂടെ അവൻ കൊടുങ്കാട്ടിൽ എല്ലായിടത്തും അന്വേഷിക്കുന്നു. രാത്രിയായി, തണുപ്പ് കൂടി, എങ്ങും വിജനത. ഒടുവിൽ ഒരു വലിയ വൃക്ഷത്തിൻ്റെ കീഴിലെ വേരുപടർപ്പുകൾക്കിടയിൽ ക്ഷീണിച്ച യൂസഫ് ചുരുണ്ടു കിടന്നുറങ്ങി. ഈ സീനോടുകൂടി സിനിമ അവസാനിക്കുകയാണ്. അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥ പറയുന്നതോടൊപ്പം പ്രകൃതിയും മനുഷ്യനും ഒത്തിണങ്ങിയ ജീവിത ചിത്രം കൂടി കാണിച്ചു തരുന്നു ഈ സിനിമ.